ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു കളിക്കാരൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നടങ്കം പറയുന്ന ഒരു പേരായിരിക്കും രാഹുൽ ദ്രാവിഡ്. ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരു കോച്ച് എന്ന നിലയിലും ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരാളായി മാറിയിട്ടുണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ്. ഇതിന് മെയിൻ റീസൺ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കളിയോട് കാണിച്ചതും അതേപോലെ തന്നെ കോച്ച് എന്ന ആ ഒരു പൊസിഷനോട് കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. നമുക്കറിയാം ശ്രേയസ് അയ്യർ എന്നൊരു കളിക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു ബാക്ക് ബോൺ അല്ലെങ്കിൽ ഒരു ബാറ്റിങ്ങിൻ്റെ ആ ഒരു മധ്യനിരയിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറകിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാഹുൽ ദ്രാവിഡിൻ്റെ വലിയൊരു കോച്ചിങ് സ്കില്ല് തന്നെ ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2015 മുതൽ 2021 6 വർഷ കാലഘട്ടമാണ് അണ്ടർ 19 ഒരു കോച്ച് എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡ് ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ശ്രേയസ് അയ്യരും ശരിക്കും പറഞ്ഞാൽ ഒരു എമർജിംഗ് പ്ലെയർ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിൽ നടന്ന ഒരു ഇൻസിഡന്റ്, ആ ഒരു സമയത്ത് അസിസ്റ്റന്റ് കോച്ചായിരുന്ന ഒരു വ്യക്തി ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ദ്രാവിഡ് പ്ലെയേഴ്സിനെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോവുകയാണ്. സോ രാഹുൽ ദ്രാവിഡ് വരുന്നത് കണ്ടിട്ട് മറ്റ് പ്ലെയേഴ്സ് മുഴുവൻ എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്തു. എന്നാൽ നമ്മുടെ ശ്രേയസ് അയ്യർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേബിൾ മേൽ കാല് കയറ്റി വെച്ച് ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു കോച്ച് എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിന് കിട്ടേണ്ട റെസ്പെക്ട് അവിടെ കിട്ടിയില്ല എന്നാണ് അതിനർത്ഥം. എന്നാൽ ഈ ഒരു അസിസ്റ്റന്റ് കോച്ച് അതിനുശേഷം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ദ്രാവിഡ് ആ റൂമിന് പുറത്ത് വന്നിട്ട് അസിസ്റ്റന്റ് കോച്ചിനോട് പറഞ്ഞൊരു കാര്യം, ആ ശ്രേയസ് അയ്യർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെ നോക്കൂ, അവന് എന്തുമാത്രം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇവൻ എങ്ങനെ പോലും ഒരാളുടെയും കാല് പിടിക്കില്ല. അവൻ്റെ കോൺഫിഡൻസും അവൻ്റെ ആ ഒരു സ്കില്ലും വെച്ചുകൊണ്ട് തന്നെ അവൻ ഭാവിയിൽ നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കളിക്കാരനായി മാറും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ലാസ്റ്റ് കുറേ ഇന്നിങ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ കളികളും ശ്രേയസ് അയ്യർ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആ ടീമിന് കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം ആ ഒരു ടീമിന് അത് പ്രാധാന്യമുള്ളതായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ആ ഒരു മാനേജ്മെൻറ്റ്, അതായത് ആ ടീമിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്കില്ലുള്ള ആളുകളെ ആ ഒരു സ്കില്ല് കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കി മാറ്റുക എന്നുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാഹുൽ ദ്രാവിഡ് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു ടീമിനെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് എടുത്തു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു കാലത്ത് രാഹുൽ ദ്രാവിഡ് എത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് എന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ശ്രേയസ് അയ്യരും നമ്മുടെ ടീമിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി മാറിയിരിക്കുന്നത്. നിങ്ങൾക്ക് ശ്രേയസ് അയ്യർ എന്ന ഒരു പ്ലെയറിനെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.